ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കി അതിലോട്ട് 3 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 3 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് സബോള നമ്മൾക്ക് ചേർക്കണം. അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. ആ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഗരം മസാല എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതിലോട്ട് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. ഇത് വേവാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വേണം. നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇളക്കണം എന്നില്ല. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിലോട്ട് ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് എനിക്ക് ഉപ്പ്, മസാല എന്നിവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി ഇല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റും കൂടിയും ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇതിന് ശേഷം ഞാനിത് 2 കറികളായിട്ടാണ് മാറ്റുന്നത്. ഒന്ന് ഒരു ഗ്രേവി ഉള്ളതും പിന്നൊന്ന് ഡ്രൈ ആയിട്ടുള്ളതും. അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഗ്രേവി ഉള്ളൊരു കറിയാക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയാണ് നമ്മൾ വറ്റിച്ചെടുക്കുന്നത്. തീ ഫുള്ളിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് പോയി എണ്ണ തെളിയുന്ന പരുവത്തിൽ നമുക്കിത് വേണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സിമ്മിലിടാം. സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും. ഇത് നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ തിക്നെസ്സിൽ എടുക്കാം. ഞാനിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. ചോറ്, ചപ്പാത്തി, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രേവിയോട് കൂടി മാറ്റി വെച്ച ചിക്കൻ കറിയിലോട്ട് ഒരു 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കുറുക്കിയെടുത്താൽ പൂരിക്ക്, ഭട്ടൂരയ്ക്ക്, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക് എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാം. ഞാനിത് ഭട്ടൂരോട് കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു ചിക്കൻ കറി തന്നെ 2 ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡ്രൈ ആയിട്ടും ഒന്ന് ഗ്രേവി ആയിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.